നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കുന്നത്തൂരിൽ LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. കുന്നത്തൂർ താലൂക്കിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. സിനിമാ പറമ്പിൽ നിന്നും ഫർണിക്കാവിലേക്കും മൈനാഗപ്പള്ളിയിൽ നിന്ന് ഉദയ ജംഗ്ഷനിലേക്കുമായിരുന്നു മാർച്ച്. ചവറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് പിക്കപ്പ് വാൻ. താക്കോൽ കൈമാറി IRE. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തരുടെ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ക്ഷേത്രത്തിലെത്തി. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുമാണ് ചിറ്റുമല ക്ഷേത്രത്തിലെത്തിയത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇരു സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നിരുന്നു. ഇരുവരും ഭക്തരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയും പരിചയപ്പെടുകയും ചെയ്തു. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെച്ച് സ്ഥാനാർത്ഥികൾ കണ്ടുമുട്ടി. പിന്നെ രണ്ടുപേരുടെയും കുശലാന്വേഷണം. വീണ്ടും ഇരുവരും വോട്ടഭ്യർത്ഥിച്ച് ഭക്തരുടെ ഇടയിലേക്ക്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തരാണെങ്കിലും ആയിരക്കണക്കിന് വോട്ടർമാരെ നേരിൽ കണ്ട സന്തോഷത്തിൽ അരുൺകുമാറും ബൈജു കലാശാലയും മടങ്ങി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവ കുറ്റിപ്പുറത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ആലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. തഴവ കുറ്റിപ്പുറത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ആലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. AYF കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി U കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാന കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിനെ തന്നെ RSS സംഘപരിവാർ സംഘടനകളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമായി പാർലമെന്റിനെ മാറ്റി തീർക്കുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം മാറിത്തീരുന്ന കാഴ്ചയാണ് നമുക്ക് പാർലമെന്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധിയായ വാഗ്ദാനങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പാർലമെന്റിനകത്ത് യാതൊരുവിധമായ ചർച്ചകളുമില്ലാതെ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് യാതൊരുവിധമായ നിലയിലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാതെ സ്വീകരിക്കാതെ ഏകപക്ഷീയമായ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും അജണ്ടകൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമായി ഇന്ത്യയുടെ പാർലമെന്റിനെ മാറ്റി തീർക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. PC സുനിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. സുഗതൻ പിള്ള, V സദാശിവൻ, കടത്തൂർ മൻസൂർ, KJ സിദ്ദിഖ്, S ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. കരുനാഗപ്പള്ളി മുനമ്പത്ത് കുടുംബസംഗമം നടത്തി. ഇതോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും നോമ്പ് തുറയും നടന്നു. റിട്ടയർഡ് SP മൈദീൻ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങൾക്ക് മങ്ങലേൽക്കുന്ന വർത്തമാനകാലത്തിൽ കുടുംബയോഗങ്ങൾ രൂപീകരിച്ച് ബന്ധങ്ങൾ സുദൃഢമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് റിട്ടയർഡ് SP M മൈദീൻ കുഞ്ഞ് IPS പറഞ്ഞു. നമസ്കരിക്കുക, നോയമ്പ് പിടിക്കുക, നോയമ്പ് മൂന്നാമതാണ്, ഹജ്ജ് ചെയ്യുക, ഹജ്ജ് ചെയ്യാൻ അർഹതയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് റമദാൻ കാലത്ത് ഒരു മാസം 30 ദിവസം നോയമ്പ് പിടിച്ച് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ച് സകലവിധ പാവങ്ങളിൽ നിന്നും മുക്തനായി യഥാർത്ഥ മുസ്ലിമായി തീരുന്നതിന് വേണ്ടി അള്ളാഹു റമദാന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനും ഈ ലോകത്തും പരലോകത്തും സമാധാനവും വിജയവും കൈവരിക്കുവാൻ കുടുംബ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതിലൂടെ കഴിയും. മുനമ്പത്ത് കുടുംബയോഗം മുനമ്പം ലേക്ക് വ്യൂയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും നോമ്പുതുറയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഇസ്ലാഹുൽ മുസ്ലിം ജുമാ മസ്ജിദ് മുഖ്യ ഇമാം അബ്ദുൽ സമദ് മുസ്ലിയാർ റമദാൻ സംഭാഷണം നടത്തി. പ്രസിഡന്റ് മുനമ്പത്ത് വഹാബ് അധ്യക്ഷനായിരുന്നു. നാടിയൻ പറമ്പിൽ മൈദീൻ കുഞ്ഞ്, ഇസ്മായിൽ കുഞ്ഞ്, മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ, കൊട്ടുകാട് അബ്ദുൽ സലാം മുസ്ലിയാർ, കുടുംബയോഗം ഭാരവാഹികളായ ഷാഹുൽ ഹമീദ്, അബ്ദുൾ റഷീദ്, ഷറഫുദ്ദീൻ, സലാഹുദ്ദീൻ ഖയ്യം, ഷാൻ ഗഫൂർ, അബ്ദുൽ ഖാദർ, ഷംസുദ്ദീൻ, കുഞ്ഞുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് സ്വാഗതവും ട്രഷറർ നിസാം മുനമ്പത്ത് നന്ദിയും പറഞ്ഞു. കുടുംബാംഗങ്ങളും സഹോദര സമുദായാംഗങ്ങളും ഉൾപ്പെടെ 1000-ഓളം പേർ ഇഫ്താർ സംഗമത്തിലും നോമ്പുതുറയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോലീസും കേന്ദ്രസേനയും ചേർന്ന് റൂട്ട് മാർച്ച് നടത്തി. സിനിമാ പറമ്പിൽ നിന്നും ഫർണിക്കാവിലേക്കും മൈനാഗപ്പള്ളിയിൽ നിന്നും ഉദയ ജംഗ്ഷനിലേക്കുമാണ് മാർച്ച് നടത്തിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേനയും പോലീസും ചേർന്ന് 2 കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തി. ശനിയാഴ്ച വൈകിട്ട് സിനിമാ പറമ്പിൽ നിന്നും ഭരണിക്കാവിലേക്കും മൈനാഗപ്പള്ളിയിൽ നിന്ന് ഉദയ ജംഗ്ഷനിലേക്കുമായിരുന്നു റൂട്ട് മാർച്ച്. നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കൽ, സുരക്ഷ മുൻകരുതൽ എന്ന നിലയിലായിരുന്നു പരിപാടി. ശാസ്താംകോട്ട, കിഴക്കേക്കല്ലട, പുത്തൂർ സ്റ്റേഷനുകളിലെ പോലീസ് സംഘവും CISFും പങ്കെടുത്തു. ശാസ്താംകോട്ട ഡിവൈഎസ്പി ടി ജയകുമാർ, ഇൻസ്പെക്ടർമാരായ ജെ രാകേഷ്, ചന്ദ്രദാസ്, അരുൺ, CISF ഇൻസ്പെക്ടർ നീരജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്കൂളിന്റെ വാർഷികാഘോഷവും പ്ലാറ്റിനം ജൂബിലി സമാപനവും നടന്നു. തെങ്ങമം ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയാണ് സമാപിച്ചത്. ആദരവ്, എൻഡോവ്മെന്റ് വിതരണം എന്നിവയും നടന്നു. തെങ്ങമം ഗവൺമെന്റ് LP സ്കൂൾ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് ഇംഗ്ലീഷ് ഫെസ്റ്റ്, പ്ലാറ്റിനം ജൂബിലി സമാപനം എന്നിവയും നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, പ്രതിഭകളെ ആദരിക്കൽ, എൻഡോമെന്റ് വിതരണം എന്നിവയും നടത്തി. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട സമാപന ചടങ്ങ് വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊരു വലിയ പ്രസംഗത്തിന് അവസരം വിനിയോഗിക്കുന്നില്ല. മറ്റൊരു 2 ചടങ്ങിൽ കൂടി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണ്. ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേരെ വളർത്തി വലുതാക്കിയ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. SMC ചെയർമാൻ G അജികുമാർ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് Y ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഥമാധ്യാപിക MR ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് പ്രതിഭകളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ എൻഡോമെന്റ് വിതരണം നടത്തി. അഡ്വക്കേറ്റ് ആര്യ വിജയൻ, KG ജഗദീശൻ, ശ്രീജ, സിന്ധു ജെയിംസ്, വിനേഷ്, രഞ്ജിനി കൃഷ്ണകുമാർ, G പ്രമോദ, രാജേഷ്, M മധു, CR ദിൻരാജ്, തോട്ടുവ മുരളി, വിജയകുമാർ, അനുസി തെങ്ങമം, ഡോക്ടർ നിഷാദ്, MR ഗോപകുമാർ, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ദേവിവിലാസം LP സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. അധ്യാപക രക്ഷകർത്തൃ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു. M നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ വിശാലതയിൽ അനിവാര്യമായ മാറ്റങ്ങളോടെയാണ് സേവനപാതയിൽ മണക്കാട് ദേവിവിലാസം LP സ്കൂളിന്റെ 70ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നത്. യോഗം MLA M നൌഷാദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ള രക്ഷകർത്താക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നിങ്ങൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം പ്രൈസൊക്കെ വാങ്ങിക്കാനായിട്ടാണ്, സമ്മാനം വാങ്ങിക്കാനായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. കിട്ടിയാൽ പോകാമായിരുന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് രക്ഷകർത്താക്കളെ ഇരിക്കുന്നത്. 2023-2024 വർഷം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വിശിഷ്ടാതിഥിയായ തുരുത്തെന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ബാലതാരം മാസ്റ്റർ അഭിമന്യു വിതരണം ചെയ്തു. കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുസമ്മേളനത്തിന് കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ നസീമ ഷിഹാബ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രഥമാധ്യാപിക PK പ്രീത സ്വാഗതം പറഞ്ഞു. സ്കൂൾ SRG കൺവീനർ S സുമിത്ര വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് L പ്രസാദ്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ മണിലാൽ BS, കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ, ആര്യഭട്ട വായനശാല പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി സുരേന്ദ്രൻ, വിദ്യാലയ വികസന സമിതി അംഗം D ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 35 വർഷത്തെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് റിട്ടയറാകുന്ന സ്കൂൾ അധ്യാപിക ലളിതാഭായി അമ്മയ്ക്ക് MLA M നൌഷാദ് സ്നേഹോപഹാരമായി മൊമെന്റോ നൽകി ആദരിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി S ഷംല നന്ദി പറഞ്ഞു. അധ്യാപകരായ ദിവ്യചന്ദ്രൻ, സീമ, ശ്രീജയ, രേഖ, രാഖി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. റമദാൻ കിറ്റ് വിതരണം ചെയ്തു. പരവൂർ തെക്കും ഭാഗം കാരുണ്യം പാറപ്പുറം ചാരിറ്റി ഓർഗനൈസേഷനാണ് കിറ്റ് വിതരണം ചെയ്തത്. പരവൂർ വടക്കും ഭാഗം ജുമാ മസ്ജിദ് ഇമാം ഷമീർ അസ്ഹനിയുടെ അധ്യക്ഷതയിലാണ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടന്നത്. പരവൂർ തെക്കും ഭാഗം പുതിയകാവ് ദേവീക്ഷേത്ര മേൽശാന്തി പരമേശ്വരൻ പോറ്റി റംസാൻ റിലീഫ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1500ഓളം രൂപ വില വരുന്ന സാധനങ്ങളാണ് റംസാൻ റിലീഫ് കിറ്റിൽ ഉണ്ടായിരുന്നത്. നിരാലംബരെന്ന് കണ്ടെത്തിയ 150ഓളം കുടുംബങ്ങളിൽ ഓർഗനൈസേഷൻ പ്രവർത്തകർ കിറ്റ് എത്തിച്ചു കൊടുത്തു. തെക്കുഭാഗം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് ഫൈസി നന്ദി പറഞ്ഞു. ധാരാളം പ്രവാസികൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ നാട്ടിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാരുണ്യം പാറപ്പുറം ആംബുലൻസ് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇതെല്ലാം ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ സമൂഹത്തിന് സാന്ത്വനമേകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ചാരിറ്റിയാണ്. കഴിഞ്ഞ 6 വർഷക്കാലം ലക്ഷക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങളും എന്തുകൊണ്ടും നമ്മുടെ നാട്ടിന് അനുയോജ്യമായ ഒരു ആംബുലൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വാചകമുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഹക്കീം, വൈസ് പ്രസിഡന്റ് ബാബുജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരുണ്യം പാറപ്പുറം ചാരിറ്റി എന്ന പേരിൽ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംരംഭം ഇവിടെ വായിച്ചു കേട്ടതനുസരിച്ച് ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ ഈ പറഞ്ഞ വർഷങ്ങളിൽ ഇവിടെയുള്ള സാധുക്കൾക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മറ്റു പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അവരുടെ കണ്ണീരൊപ്പാൻ ഈ ഒരു ചാരിറ്റി മുന്നോട്ട് വന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ചവറ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് IRE നൽകിയ പിക്കപ്പ് വാന്റെ താക്കോൽ കൈമാറി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. ഹരിതഘട്ടം പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കാണ് IRE നൽകിയ പിക്കപ്പ് വാനിന്റെ താക്കോൽ കൈമാറിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമിന്റെ വിതരണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് E ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. IRE ഹെഡ് NS അജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി ശുചീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന, പ്രവർത്തിക്കുന്ന നമ്മളുടെ ഈ സഹോദരിമാർക്ക് വേണ്ടി IRE ചെയ്യുന്ന ഒരു ചെറിയ എളിമയോടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. അത് ഏവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇത് പരമാവധി എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുറ്റിയിൽ ലത്തീഫ്, ഭക്തദർശൻ അജി, T റഷീദ്, ഉഷാകുമാരി, K പ്രദീപ്, ജയപ്രകാശ്, ശശിധരൻ പിള്ള, K സുരേഷ് ബാബു, ശിവകുമാർ, ദിവ്യ, വിദ്യ, സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് ഇതുവരെ ഒരു ട്രോളി മാത്രമായിരുന്നു പ്ലാസ്റ്റിക് കളക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ CSR ഫണ്ട് ഉപയോഗിച്ച് IRE വളരെ ഒരു നല്ല പ്രവർത്തനമാണ് ചെയ്തത്. നമുക്ക് സ്പോൺസർ ചെയ്ത ഈ വണ്ടി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നല്ലൊരു ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. കാരണം ഒരു മാസത്തിൽ 15 ദിവസം സെഗ്രിഗേഷൻ, ഇവർക്ക് കളക്ഷനും സെഗ്രിഗേഷനുമായിട്ട് ഉള്ളതിനകത്ത് 15 ദിവസം തന്നെ ഇവർ കളക്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അത് ഓരോ കളക്ഷൻ പോയിന്റിൽ കൊണ്ടുവരാൻ ഇവർക്ക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ട്രോളി മാത്രമായിരുന്നു കൊടുത്തത്. അതിൽ ഓരോ സെൻറ്ററിൽ നിന്ന് ഒരു സെൻറ്ററിലോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്കിനി വളരെയേറെ സമയം ലാഭിക്കാം. ന്യൂസ് ബ്യൂറോ, ചവറ. പോരുവഴി പെരുവരുത്തി മലനാട് മലക്കുളം മഹോത്സവത്തിനനുബന്ധിച്ച് കൊടിയേറ്റിനുള്ള വെറ്റില സമർപ്പണ ഘോഷയാത്ര നടത്തി. പോരുവഴി വടക്കേമുറി മടത്തിവിള അമ്മുമ്മക്കാവിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മലനട കടുത്താൽച്ചേരി കൊട്ടാരത്തിൽ വെറ്റില സമർപ്പണവും നടത്തി. മടത്തിവിള അമ്മുമ്മക്കാവിൽ നിന്നാണ് മലനട കൊടിയേറ്റിന് വർഷങ്ങളായി വെറ്റില സമർപ്പിക്കാനുള്ള അവകാശം. ഈ വെറ്റിലയാണ് മലനട ഊരാളി അപ്പുപ്പൻ കടത്താൻശ്ശേരി കൊട്ടാരത്തിൽ നിന്ന് അനുഗ്രഹിച്ച് കരക്കാർക്ക് അടുക്ക് സമർപ്പിക്കുന്നത്. വെറ്റില സമർപ്പണ ഘോഷയാത്രയിൽ മടത്തിവിള അമ്മുമ്മക്കാവ് ട്രസ്റ്റ് സെക്രട്ടറി തുളസീധരൻ, പ്രസിഡന്റ് സതീഷ്, മുഖ്യകർമ്മി മനോജ്, സത്യൻ, അജിമോൻ, ലീല തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. നിരവധി ഭക്തർ ക്ഷേത്രനടയിൽ പൊങ്കാല അർപ്പിച്ചു. രാവിലെ 7 മണിക്കാണ് പൊങ്കാല ആരംഭിച്ചത്. ക്ഷേത്ര മേൽശാന്തി കേതകപ്പള്ളിമഠം ദേവിദാസ് ഭട്ടതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് പണ്ടാര അടുപ്പിലേക്ക് തീ തെളിയിച്ചതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. 16 കരയുടെ മാതൃദേവതയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ വെളുപ്പിന് 4 മണി മുതൽ തന്നെ ഭക്തജന പ്രവാഹമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ പൊങ്കാല സമയം ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്ര കീഴ്ശാന്തി സുമേഷ് തിരുമേനി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അശ്വതിയിൽ രാജേഷ്, സെക്രട്ടറി അനിൽ എസ് പുതുവേലിയിൽ, വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ,
ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ പിള്ള തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആദരവും ഒരുക്കി. ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ, യുവ സംവിധായകൻ ബിനുരാജ് കല്ലട, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവ തെക്കുമുറി കിഴക്ക് പുതുവീട്ടിൽ ശ്രീ ഭദ്ര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കലംപൊങ്കൽ നടന്നു. മകയിരം തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കൽ നടന്നത്. തഴവ തെക്കുമുറി കിഴക്ക് പുതുവീട്ടിൽ ശ്രീ ഭദ്ര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് പൊങ്കാല നടന്നത്. മകയിരം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായായിരുന്നു പൊങ്കാല നടത്തിയത്. മേൽശാന്തി ശ്രീധരൻ പോറ്റി ഭണ്ഡാരി അടുപ്പിലേക്ക് ദീപം തെളിച്ചു. തുടർന്ന് 101 കലം നേർച്ച പൊങ്കൽ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിരയും അരങ്ങേറി. തഴവ വിഘ്നേശ്വര തിരുവാതിര സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവാതിര അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കുന്നത്തൂരിൽ LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. കുന്നത്തൂർ താലൂക്കിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. സിനിമാ പറമ്പിൽ നിന്നും ഭരണിക്കാവിലേക്കും മൈനാഗപ്പള്ളിയിൽ നിന്ന് ഉദയ ജംഗ്ഷനിലേക്കുമായിരുന്നു മാർച്ച്. ചവറ് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് പിക്കപ്പ് വാൻ. താക്കോൽ കൈമാറി IRE. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.